അതിനു മുമ്പൊരു വാർത്ത. 2 ആഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ഇന്നലെ ഗതാഗത മന്ത്രി വിളിച്ച ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. കൂടുതൽ ഇളവുകളോടെയാണ് ടെസ്റ്റുകൾ നടക്കുന്നത്. പ്രതിഷേധത്തിലായിരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഗ്രൗണ്ടുകളും വാഹനങ്ങളും ടെസ്റ്റിന് വിട്ടു നൽകി. ഇന്നലെ ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയിൽ ഇളവുകൾ സംബന്ധിച്ച് തീരുമാനമായതോടെയാണ് സമവായം. ചർച്ചയിലെ തീരുമാനങ്ങളനുസരിച്ചാണ് ഇന്ന് ടെസ്റ്റ് നടന്നതെന്ന് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഡി വേണുകുമാർ. പഴയ പോലെ തന്നെ 8 എച്ചും ആദ്യം നടത്തും. 8 എച്ചും നടത്തിയതിന് ശേഷം നേരെ റോഡിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഗ്രേഡിയൻ ടെസ്റ്റ് ആദ്യം നടത്തും. അതായത് കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ടെടുക്കാൻ പറയും. അതുപോലെ ഇറക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് റിവേഴ്സ് കുറച്ച് ദൂരം, ഒരല്പ ദൂരം റിവേഴ്സ് എടുക്കാൻ പറയും. പിന്നെ ലെഫ്റ്റിലേക്കുള്ള ടേണിങ്, റൈറ്റിലേക്കുള്ള ടേണിങ്, പിന്നെ നോർമൽ പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യും. തിരുവനന്തപുരം മുട്ടത്തറയിൽ 40 സ്ലോട്ടുകൾ അനുവദിച്ചിരുന്നുവെങ്കിലും മുഴുവൻ പേരും എത്തിയില്ല. നാളെ മുതൽ സ്ലോട്ടുള്ള മുഴുവൻ ആളുകളെയും ടെസ്റ്റിനെത്തിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം. കൊച്ചിയിലും കോഴിക്കോടും പരീക്ഷാർത്ഥികൾ എത്തിയെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് ടെസ്റ്റ് മുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സൈറ്റ് ഡൗൺ ആയതാണ്. ആ സൈറ്റ് ഡൗൺ ആയിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ ചേർക്കാൻ പറ്റുള്ളൂ. ആ ചേർക്കണമെങ്കിൽ 11:30-ക്ക് ശേഷം മാത്രമേ ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. പ്രതിഷേധം കാരണം മുടങ്ങിപ്പോയ ടെസ്റ്റുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ടെസ്റ്റുകൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് KSRTCയുടെ ഗ്രൗണ്ടുകൾ ഉടൻ സജ്ജമാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ നീക്കം. 24 തിരുവനന്തപുരം.